ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 3 ദ വില്ലേജ് ഓഫ് ബേർഡ്സ്. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് 3ാമത്തെ യൂണിറ്റ് ആണ്. 3ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താ? ദ വില്ലേജ് ഓഫ് ബേർഡ്സ്. ഓക്കെ, അപ്പോൾ 1ാമത്തെ യൂണിറ്റും 2ാമത്തെ യൂണിറ്റും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് നമുക്ക് 3ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് എന്ന്. ഓക്കെ, അപ്പോൾ കുറച്ച് ബേർഡ്സിന്റെ പിക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത് ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്നാണ്. ഇനി നമുക്ക് നോക്കി നോക്കാം. ലെറ്റ്സ് റീഡ്. ഹരിതഗിരി ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. അപ്പൊ ഹരിതഗിരിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹരിതഗിരി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലമാണ്, അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്. വില്ലേജ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? വില്ലേജ് എന്ന് പറഞ്ഞാൽ ഗ്രാമം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വില്ലേജ് ആണ് ഹരിതഗിരി. ഓക്കെ, എ റിവർ ഫ്ലോസ് ത്രൂ ദ വില്ലേജ്. അപ്പൊ ഈ വില്ലേജിലൂടെ എന്താണ്? ഒരു റിവർ പോകുന്നുണ്ട്, ഒഴുകുന്നുണ്ട്. റിവർ എന്ന് പറഞ്ഞാൽ എന്താ? നദി. അപ്പൊ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള ഹരിതഗിരി വില്ലേജിലൂടെ എന്തുണ്ട്? ഒരു നദി ഒഴുകുന്നുണ്ട്. ഇറ്റ് ഈസ് ദ റിവർ ഓഫ് ഹരിതഗിരി. അപ്പൊ അതെന്താണ്? അത് ഈ ഹരിതഗിരിയുടെ നദിയാണ്, ഹരിതഗിരിയുടെ സ്വന്തം റിവർ ആണെന്നൊക്കെ നമുക്ക് പറയാം. There are tall trees on both sides of the river. അപ്പൊ എന്താണ്? അവിടെ നല്ല ടോൾ ആയിട്ടുള്ള ട്രീസ് ഉണ്ട്. അപ്പൊ ഈ റിവറിന്റെ, പുഴയുടെ അല്ലെങ്കിൽ ഈ നദിയുടെ 2 സൈഡിലായിട്ട് നല്ല ടോൾ ആയിട്ടുള്ള, ടോൾ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഉയരമുള്ള, നല്ല നീളമുള്ള ഒരുപാട് മരങ്ങൾ ഈ നദിക്ക് 2 സൈഡിലുമായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഹരിതഗിരി ഗ്രാമത്തിന്റെ ഒരു പിക്ചർ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ലെറ്റ്സ് റീഡ്. ടുഡേ ടുവേർഡ്സ് സമ്മർ ദ ട്രീസ് ബെയർ കളർഫുൾ ഫ്ലവേഴ്സ്. അപ്പൊ എന്താണ്? ടുവേർഡ്സ് സമ്മർ, സമ്മർ സമയത്താവുമ്പോൾ ട്രീസ് എന്തുണ്ടായിരിക്കുക? ട്രീസ് ബെയർ കളർഫുൾ ഫ്ലവേഴ്സ്. ദ വിൻഡ് ക്യാരീസ് ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് അക്രോസ് ദ വില്ലേജ്. അപ്പൊ ഈ സമ്മർ സമയത്ത് എന്താണ്? ഒരുപാട് നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഫ്ലവേഴ്സ് ഉണ്ടാവുമ്പോൾ എന്താണ് സംഭവിക്കുക? ദ വിൻഡ് ക്യാരീസ് ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് അക്രോസ് ദ വില്ലേജ്. അപ്പോൾ ഈ കാറ്റ്, വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാത്ത വേർഡ് ഉണ്ടെങ്കിൽ കൂട്ടുകാർ എന്ത് ചെയ്യണം? അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ട് അതിൻ്റെ മീനിങ് അവിടെ എഴുതി വെക്കണം. അപ്പോൾ വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്. അപ്പൊ ഈ കാറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ കാറ്റ് ഈ ഉണ്ടാവുന്ന പൂവിൻ്റെ സ്മെല്ലില്ലേ, ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഗന്ധം. ഫ്രാഗ്രൻസ് എന്താണ്? ഫ്രാഗ്രൻസ്, സ്മെല്ലാണ്. അപ്പൊ ഈ ഫ്ലവേഴ്സിന്റെ ഈ സ്മെല്ല് ആ വില്ലേജ് ഒട്ടാകെ ഇങ്ങനെ കൊണ്ടുപോയി നടക്കും. എവറി സമ്മർ ദ പീപ്പിൾ ഓഫ് ഹരിതഗിരി സെലിബ്രേറ്റ് എ ഫെസ്റ്റിവൽ. അപ്പൊ എല്ലാ സമ്മറിലും എന്താണ്? അവിടെയുള്ള ഹരിതഗിരിയിലുള്ള ജനങ്ങൾ എന്ത് ചെയ്യും? ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്. അപ്പൊ അത് എന്തിന്റെ ഫെസ്റ്റിവൽ ആണ്? ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്. അതെന്താണ്? ബേർഡ്സിന്റെ ഫെസ്റ്റിവൽ ആണ്. അപ്പൊ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഉത്സവം. അപ്പൊ ഉത്സവം. അപ്പൊ എല്ലാ സമ്മറിലും ഈ ഹരിതഗിരിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും കൂട്ടുകാരെ? ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യും, ഫെസ്റ്റിവൽ ആഘോഷിക്കും, ഉത്സവം ആഘോഷിക്കും. അപ്പൊ അത് എന്തിന്റെ ഉത്സവമാണ്? ഈ ബേർഡ്സിന്റെ ഉത്സവമാണ്. ഓക്കെ അല്ലേ? അപ്പൊ അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ കൂട്ടുകാർ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്തിടണം. ഓക്കെ, the people of ഹരിതഗിരി treat birds as their guest. അപ്പൊ ഈ ഹരിതഗിരിയിലുള്ള ആൾക്കാര്, ജനങ്ങൾ എങ്ങനെയാണ് ഈ ബേർഡ്സിനെ ട്രീറ്റ് ചെയ്യാറ്? എങ്ങനെയാണ് അവര് ഈ ബേർഡ്സിനെ കാണാറ്? ഗസ്റ്റുകളുടെ പോലെ, നമ്മുടെ വീട്ടിലൊക്കെ വരില്ല, അതിഥികളുടെ പോലെയാണ് ഈ ഹരിതഗിരിയിലുള്ള ജനങ്ങൾ ബേർഡ്സിനെ ട്രീറ്റ് ചെയ്യാറ്. when the birds arrive the festival begins. അപ്പൊ എപ്പോഴാണോ ബേർഡ്സ് വരുന്നത് എന്ന് വെച്ചാൽ അപ്പോഴാണ് എന്തുണ്ടാവുക? അവിടുത്തെ ഫെസ്റ്റിവൽ തുടങ്ങാറ്. the people keep the village free from loud sounds. അപ്പൊ എന്താണ്? ഈ ജനങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ കുറെ നോയ്സ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ
അപ്പോൾ മാക്സിമം ആ നോയ്സിന്നൊക്കെ എന്താണ് നോയ്സ് ഒക്കെ ഒഴിവാക്കും. പിക്ചർസ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും. കണ്ടില്ലേ, ഹോൺ അടിക്കാൻ പാടില്ല, സേ നോ ടു ഹോൺ, അതിൻ്റെ സിമ്പിളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ് മാക്സിമം അവിടുത്തെ സൗണ്ട് കുറക്കാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അവിടെ എന്തൊക്കെ ഇല്ല, നോ ക്രാക്കേഴ്സ്, നോ ബെൽസ്, നോ ഡ്രം ബീറ്റ്സ്. അപ്പോൾ ഈ സൗണ്ട് ഉണ്ടായ ബേർഡ്സ് ഒക്കെ പോവില്ലേ, അപ്പോൾ അതിന് ഈ സൗണ്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പടക്കങ്ങളോ അതുപോലെ ബെല്ലുകളോ അതുപോലെ ഡ്രം ഉണ്ടാവില്ലേ, ചെണ്ട പോലത്തെ സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ ഒന്നും തന്നെ അവിടെ ഇല്ല. ദേ ഡോണ്ട് ഈവൻ ബ്ലോ ദ ഹോൺസ് ഓഫ് വെഹിക്കിൾസ്. അവരെന്ത് ചെയ്യാറില്ല, അവർ വെഹിക്കിളിൻ്റെ ഹോൺ പോലും അടിക്കാറില്ല. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. ദ ഫെസ്റ്റിവൽ സീസൺ അറൈവ്ഡ്. അപ്പം അങ്ങനെയാണ് എന്തുണ്ടായത്, നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ ഇങ്ങോട്ട് എത്തി. ദ വില്ലേജസ് സ്റ്റാർട്ടഡ് ഡെക്കറേറ്റിംഗ് ദെയർ ഹൗസസ്. അപ്പോൾ ഇങ്ങനെ ഈ ഉത്സവം ആവാനായപ്പോൾ എന്താ, അവിടെയുള്ള ആൾക്കാരൊക്കെ അവരുടെ വീടൊക്കെ എന്ത് ചെയ്യാണ്, ഡെക്കറേറ്റ് ചെയ്യാണ്. ഡിംപിൾ put some fruits and nuts on a plate in front of their house. അപ്പോൾ ഡിംപിൾ എന്ത് ചെയ്തു, ഡിംപിൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അത് എന്ത് ചെയ്തു, അതിൽ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ നട്ട്സും ഒക്കെ വെച്ചിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചു. ദേ ഹാപ്പിലി വെയിറ്റഡ് ഫോർ ദ ബേർഡ്സ്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഡിംപിൾ ഇതൊക്കെ ചെയ്തത്, അവർ ഈ ബേർഡ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അവർ വീടിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ആരിനെ കാത്തു നിൽക്കുകയാണ്, നമ്മുടെ ബേർഡ്സ്, പക്ഷികളെ കാത്തു നിൽക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ ഉണ്ടായി നോക്കിയാക്കാം. Chirping of sparrows, whistle of mynas, song of cuckoos. The whole village was filled with the sound of birds. Birds of all sizes and colors flew around. The trees showered colorful flowers. The village looked like a painted picture. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ബേർഡ്സ് ഒക്കെ ഇരിക്കുന്ന ഒരു പിക്ചറാണ്, മരത്തിൻ്റെ മേലെ എല്ലാ ടൈപ്പുള്ള പക്ഷികളും ഇരിക്കുന്ന ഒരു പിക്ചറാണ്. എന്നിട്ട് എന്താ പറയുന്നത്, ചേർപ്പിംഗ് ഓഫ് സ്പാരോ. അപ്പോൾ കുരുവികളുണ്ട്, അതിൻ്റെ സൗണ്ട്. ദെൻ അതുപോലെ തന്നെ മൈന വിസിൽ ചെയ്യുന്നുണ്ട്, മൈനയുടെ സൗണ്ട്, കുക്കുവിൻ്റെ സൗണ്ട്, അങ്ങനെ ഒരുപാട് പക്ഷികൾ അവിടെ ഉണ്ട്. ദ ഹോൾ വില്ലേജ് വാസ് ഫിൽഡ് വിത്ത് ദ സൗണ്ട് ഓഫ് ബേർഡ്സ്. അപ്പോൾ എന്താണ്, വില്ലേജ് മുഴുവനും, ഹോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഫുള്ള് മുഴുവനും എന്താണ്, ഇങ്ങനെ ഈ ബേർഡ്സിൻ്റെ സൗണ്ട് വെച്ചിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ബേർഡ്സ് ഓഫ് ഓൾ സൈസസ് ആൻഡ് കളേഴ്സ് ഫ്ലൂ അറൗണ്ട്. അപ്പോൾ പല വ്യത്യസ്ത സൈസിലുള്ള, ചെറുതും വലുതും മീഡിയം അങ്ങനെ തരത്തിലുള്ള എല്ലാ സൈസ് പക്ഷികളും എന്താണ്, ഇങ്ങനെ പല നിറത്തിലുള്ള പക്ഷികൾ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ദ ട്രീസ് ഷവേർഡ് കളർഫുൾ ഫ്ലവേഴ്സ്. അപ്പോൾ എന്താണ്, ഈ ട്രീസ് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല പല തരത്തിലുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെ നിലത്ത് കൊഴിഞ്ഞ് വീണിട്ടുണ്ട്. അങ്ങനെ ദ വില്ലേജ് ലുക്ക് ലൈക്ക് എ പെയിൻറ്റഡ് പിക്ചർ. അപ്പോൾ ഈ വില്ലേജ് ടോട്ടലി എന്താണ്, ഒരു പെയിൻറ്റഡ് പിക്ചർ പോലെ അത്രയും മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. ബേർഡ്സ് enjoy the treat of the villagers. അപ്പോൾ ഈ വില്ലേജേഴ്സിൻ്റെ ഇങ്ങനത്തെ ട്രീറ്റ് എന്ത് ചെയ്തു, ഈ ബേർഡ്സിന് വളരെയധികം ഇഷ്ടമായി. കാരണം ഈ വില്ലേജേഴ്സ് എന്താണ്, ഈ വില്ലേജേഴ്സ് വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ പോലൊക്കെയാണ് ഈ ബേർഡ്സിനെ കാണുന്നത്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് അവരെ വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എന്താണ്, ഈ ബേർഡ്സിന് വളരെയധികം സന്തോഷമായി. ദേ ബിൽഡ് നെസ്റ്റ്സ് ആൻഡ് ലേഡ് എഗ്സ് ഇൻ ദം. അപ്പോൾ അവരെന്താണ്, അവരപ്പോൾ അവിടെ തന്നെ ഒരു കൂട് കൂട്ടിയിട്ട് അവിടെ അവർ മുട്ടട്ടു. അപ്പോൾ അതിൻ്റെ പിക്ചറാണ്, അവിടെ കുഞ്ഞുങ്ങളുടെ പിക്ചറൊക്കെ കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് സമ്മർ ദ ബേർഡ്സ് ഫ്ലൂ ബാക്ക് വിത്ത് ദെയർ ചീക്സ്. അപ്പോൾ സമ്മർ കഴിഞ്ഞപ്പോൾ എന്താണ്, സമ്മർ കഴിഞ്ഞപ്പോൾ അവരവരുടെ കുട്ടികളിലേക്ക് അവർ തിരിച്ചു പോയി. ലവ്ലി ഫെദേഴ്സ് ലേ സ്പ്രെഡ് അറൗണ്ട് ദ ട്രീസ്. അങ്ങനെ എന്താണ്, അവരുടെ ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ എന്താണ്, അവിടെ ഇവിടെയും ചുറ്റും ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് നമുക്ക് നോക്കി നോക്കാം.
Twinkle and Dimple were collecting feathers. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ട്വിങ്കിളും അതുപോലെ ഡിംപിളും എന്ത് ചെയ്യാണ്? ഈ ബേർഡ്സ് പോയപ്പോ ഈ ബേർഡ്സിൻ്റെ ഉള്ള ഈ ഫെദേഴ്സ് തൂവലുകൾ കളക്ട് ചെയ്യാണ്. Hey Twinkle, look, come and see this. Dimple pointed to a heap of dry leaves. അപ്പോൾ കുറച്ച് ഇങ്ങനെ എന്താണ് ഒരു കുന്നു പോലെ കുറച്ച് ഉണങ്ങിയ ഇല ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് ഡിംപിൾ അവിടേക്ക് കൈ ചൂണ്ടിയിട്ട് ട്വിങ്കിളിനോട് പറയാണ് ഹേ ട്വിങ്കിൾ ലുക്ക്, അപ്പോൾ ഇങ്ങോട്ട് നോക്കൂ, കം ആൻഡ് സീ ദിസ്, ഇത് നോക്കി നോക്കൂ എന്ന് പറയാണ്. ഡിംപിൾ pointed to a heap of dry leaves. They sat down to have a closer look. Their eyes widened. അപ്പോൾ എന്താണ്, അപ്പോൾ അവർ അതെന്തായിരിക്കും എന്ന് വെച്ചിട്ട് അവിടെ ഇങ്ങനെ നോക്കുകയാണ്, അതിൻ്റെ അടുത്ത് പോയിട്ട് നോക്കുകയാണ്. അപ്പോൾ അവർ ആകാംക്ഷയോട് കൂടിയിട്ട് അവരുടെ കണ്ണൊക്കെ ഇങ്ങനെ എന്താ തുറന്ന് വൈഡനായിട്ട് നല്ല വലുതായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തായിരുന്നു നമുക്ക് നോക്കിയാക്കാം. എ ഗോൾഡൻ എഗ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു അത്? ആ ഹീപ്പിൻ്റെ ഉള്ളിൽ ആ ഇലകളൊക്കെ കൂട്ടിയിട്ടോർത്ത് ആ ഹീപ്പിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു? ഒരു ഗോൾഡൻ എഗ് ആയിരുന്നു. ദേ ഹാഡ് നെവർ സീൻ സച്ച് എ എഗ് ബിഫോർ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒന്നും അവർ ഇത്തരത്തിലുള്ള ഒരു ഗോൾഡൻ എഗ് കണ്ടിട്ടില്ല. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ took the golden egg to their hen house. അപ്പോൾ ഡിംപിളും ട്വിങ്കിളും എന്ത് ചെയ്തു? ആ ഗോൾഡൻ എഗ് എടുത്തിട്ട് ഹെന്നിൻ്റെ വീട്ടിലേക്ക് പോയി, അതായത് കോഴിൻ്റെ വീട്ടിലേക്ക് പോയി. ഓക്കെ, the hen was brooding over its eggs. അപ്പോൾ എന്താണ് ഹെന്ന് എന്ത് ചെയ്യായിരുന്നു? വാസ് ബ്രൂഡിങ്, അതായത് ഹെന്നിൻ്റെ എഗ് ഉണ്ടാവില്ലേ, അപ്പം അതിൻ്റെ മേലെ ഇങ്ങനെ അടയിരിക്കുകയായിരുന്നു. ട്വിങ്കിൾ kept the golden egg near the hen carefully. അപ്പോൾ ട്വിങ്കിൾ എന്ത് ചെയ്തു? വളരെ ശ്രദ്ധാപൂർവം എന്ത് ചെയ്തു? ആ ഗോൾഡൻ എഗ് ഈ ബാക്കിയുള്ള മുട്ടകളുടെ കൂടെ വെച്ചു. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദീസ് എഗ് ടു, സെഡ് ഡിംപിൾ. അപ്പോൾ ഡിംപിൾ പറയാണ് നമ്മുടെ ഹെന്നിനോട്, നമ്മുടെ കോഴിനോട് പറയാണ് എന്താണ്, ഈ എഗ്ഗിനും കൂടി ഒന്ന് നോക്കൂ ഒന്ന് പറയാണ്. ആരോട്? നമ്മുടെ ഹെന്നിനോട്. ഓക്കെ, cluck cluck, the hen clucked and drew the egg close to it. അപ്പോൾ ക്ലക്ക് ക്ലക്ക് എന്ന് പറഞ്ഞിട്ട് എന്താണ് ആ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഹെൻ എന്ത് ചെയ്തു? കോഴി എന്ത് ചെയ്തു? ആ മുട്ട തൻ്റെ അടുത്തേക്ക് ചേർത്ത് വെച്ചു. ഓക്കെ, ഇനി എന്തുണ്ടായി നമുക്ക് നോക്കി നോക്കാം. ആഫ്റ്റർ സം വീക്സ് ദ ഗോൾഡൻ എഗ് ഹാച്ച്ഡ്. അപ്പോൾ കുറച്ച് ദിവസം, കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എന്താണ് ഈ ഗോൾഡൻ എഗ് എന്ത് ചെയ്തു? ഹാച്ച് ചെയ്തു, അതായത് വിരിഞ്ഞു. എ ടൈനി ചിക്ക് came out. എന്നിട്ട് എന്താണ്? ഒരു ചെറിയ ഒരു ചിക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വന്നു. It had short wings and a yellow beak. അപ്പോൾ അതിനെന്താ? ചെറിയ ചിറകുകളും അതുപോലെ തന്നെ യെല്ലോ കളർ മഞ്ഞ നിറമുള്ള ഒരു കൊക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. Look how cute it is, Twinkle shouted in joy. അപ്പോൾ ട്വിങ്കിൾ പറയാണ് എന്തൊരു ക്യൂട്ടാന്ന് പറഞ്ഞിട്ട് എന്താ സന്തോഷപൂർവ്വം എന്താണ് ഷൗട്ട് ചെയ്യാണ്. ആര്? ട്വിങ്കിൾ. Dimple took it in her hand and held it close. We will call you Goldie, said Dimple. അപ്പോൾ ഡിംപിൾ അതിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് പറയാണ് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? നമുക്ക് ഇതിനെ ഗോൾഡി എന്ന് വിളിക്കാം. അപ്പോൾ പേരാണ് എന്താണ്? ഗോൾഡി. ഇനി എന്തുണ്ടായത്? One day Goldie and the chicks went near the river. അപ്പോൾ ഒരു ദിവസം ഗോൾഡിയും ചിക്സും എന്തായി? റിവറിൻ്റെ അടുത്തേക്ക് പോയി. Suddenly Goldie jumped into the water and started swimming. അപ്പോൾ പെട്ടെന്ന് എന്തുണ്ടായി? പെട്ടെന്ന് ഗോൾഡി വെള്ളത്തേക്ക് ജമ്പ് ചെയ്തു, വെള്ളത്തേക്ക് ചാടിയിട്ട് എന്താ നീന്താനായിട്ട് തുടങ്ങി. Cluck cluck, the hen clucked in wonder. അപ്പോൾ എന്താണ് ഈ കോഴി അത്ഭുതത്തോടെ ക്ലക്ക് ക്ലക്ക് എന്ന് പറയാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്ടായി നോക്കി നോക്കാം. പിക്ചറൊക്കെ കൂട്ടുകാർ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണേ. ഓക്കെ, ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ were watching Goldie swimming. അപ്പോൾ ട്വിങ്കിളും ഡിംപിളും എന്ത് ചെയ്യാണ്? ഈ ഗോൾഡി നീന്തുന്നത് കരക്ക് നിന്നിട്ട് കാണുകയാണ്. ലുക്ക്, Goldie swims well, said Twinkle. അപ്പോൾ ട്വിങ്കിൾ ഡിംപിളിനോട് പറയാണ് നോക്കൂ ഗോൾഡി എന്ത് ചെയ്തിട്ടുണ്ട്? നന്നായി നീന്തുന്നുണ്ടെന്ന് പറയാണ്. ഗോൾഡി, come back, the water is too dirty, called out Dimple. അപ്പോൾ ഡിംപിൾ പറയാണ് വേഗം ഇങ്ങോട്ട് വായോ, വെള്ളമൊക്കെ നല്ല ഡേർട്ടിയാണ്, നല്ല ചെളിയാണ്, അപ്പോൾ വേഗം ഇങ്ങോട്ട് വായോ എന്ന് ഡിംപിൾ പറയാണ്. ഓക്കെ,
ഇനി എന്തുണ്ടായി നോക്കി നോക്കാം. വൺ ഡേ ഗ്രാൻഡ് പാ വിസിറ്റഡ് ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ. അപ്പോൾ ഒരു ദിവസം എന്താണ് ഗ്രാൻഡ് പാ ഡിംപിളിനെയും ട്വിങ്കിളിനെയും കാണാനായിട്ട് വന്നു. ഹി സോ ഗോൾഡി. അപ്പൊ അങ്ങനെ എന്താണ് ഈ ഗ്രാൻഡ് പാ ഗോൾഡിനെയും കൂടെ കണ്ടു. Where did you get this chick from? Grandfather asked in wonder. അപ്പോൾ wonder എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതം. അപ്പോൾ ഗ്രാൻഡ് ഫാദർ അത്ഭുതത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് ഈ ചിക്കിനെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഗ്രാൻഡ് ഫാദർ അത്ഭുതത്തോട് കൂടി ഇവരോട് ചോദിക്കുകയാണ്. The children told him the whole story. അപ്പോൾ ഈ കുട്ടികൾ എന്താ നടന്ന എല്ലാ സംഭവവും ആരോട് പറഞ്ഞു? നമ്മുടെ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു. This is the chick of a rainbow bird, grandpa said. അപ്പോൾ ഗ്രാൻഡ്പ പറഞ്ഞു, ഇതെന്താണ്? ഇത് ഒരു റെയിൻബോ ബേർഡിന്റെ കുട്ടിയാണ്. ഓക്കെ, ആരാണ്? ഒരു റെയിൻബോ ബേർഡിന്റെ കുട്ടിയാണ് എന്ന് നമ്മുടെ ഗ്രാൻഡ് ഫാദർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, റെയിൻബോ ബേർഡ്, ദ ചിൽഡ്രൻ എക്സ്ക്ലെയിംഡ്. അപ്പൊ കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. റെയിൻബോ ബേർഡോ? അതെന്താ ചില കുട്ടികൾ ചോദിക്കുകയാണ്. യെസ്, വെൻ ഐ വാസ് യങ് 100 ഓഫ് റെയിൻബോ ബേർഡ്സ് യൂസ്ഡ് ടു കം ഹിയർ. അതെ, എന്താണ്? ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ. അപ്പൊ ഗ്രാൻഡ് ഫാദർ പറയാണ്, ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഇതുപോലെ 100 കണക്കിന് റെയിൻബോ ബേർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ? ഇൻ മൈ ചൈൽഡ്ഹുഡ് ദ റിവർ വാസ് വെരി ക്ലീൻ ആൻഡ് ക്ലിയർ. അപ്പൊ എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ ചെറുതായിരിക്കുമ്പോൾ എന്തായിരുന്നു? ഈ റിവർ, ഈ നദിയൊക്കെ വളരെ ക്ലീനും വളരെ ക്ലിയറുമായിരുന്നു. റെയിൻബോ ബേർഡ്സ് വുഡ് കം ഇൻ ഫ്ലോക്സ് ആൻഡ് സ്വിം ഇൻ ദ റിവർ. അപ്പോൾ അങ്ങനെയുള്ള അത്രയും ക്ലീൻ ആയിരിക്കുന്ന സമയത്ത് ഈ റെയിൻബോ ബേർഡ്സ് വരികയും അവരെന്ത് ചെയ്യും? അവർ ഈ പുഴയിൽ നദിയിൽ നീന്താറൊക്കെ ഉണ്ടായിരുന്നു. Now the river of ഹരിതഗിരി is dirty. പക്ഷെ ഇപ്പോൾ എന്താണ്? ഹരിതഗിരിയിലുള്ള റിവർ എന്താണ്? ഡേർട്ടി ആണ്. So they stopped visiting our village. അപ്പൊ അങ്ങനെ അവർ നമ്മുടെ വില്ലേജിലേക്ക് വരുന്നത് എന്താ? നിർത്തിയതാണെന്ന് പറയാണ് ഗ്രാൻഡ് ഫാദർ. ഓക്കെ, people started cleaning the river. They pulled out all the weeds and plastic bottles. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എന്താണ്? അവിടെ ഹരിതഗിരിയിലുള്ള ജനങ്ങൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? റിവർ വൃത്തിയാക്കാനായിട്ട് തുടങ്ങി. അവർ അതിലുള്ള ഈ നാശായ സാധനങ്ങളും പ്ലാസ്റ്റിക് ബോട്ടിൽസും എല്ലാം അതിൽ നിന്ന് എടുത്ത് കളഞ്ഞു. They removed the mud. കുറെ ചെളി ഉണ്ടായിരുന്നു, അതും അവർ കളഞ്ഞു. The river became clean as before. അപ്പോൾ പണ്ടത്തെ പോലെ തന്നെ എന്താ? റിവർ ക്ലീൻ ആയി. The next festival season came. Many types of birds arrived. അപ്പൊ അടുത്ത ഒരു ഫെസ്റ്റിവൽ സീസൺ വന്നപ്പോൾ ഒരുപാട് ബേർഡ്സ് അങ്ങോട്ട് വന്നു. ഡിംപിൾ took the sky. അപ്പൊ ഡിംപിൾ എന്ത് ചെയ്യാണ്? ആകാശത്തേക്ക് നോക്കുകയാണ്. Will Goldie's mother come? She thought. അപ്പൊ എന്താണ്? ഗോൾഡിയുടെ അമ്മ വരുമോ? അതായത് ആ റെയിൻബോ ബേർഡ് വരുമോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. Suddenly, Twinkle and Dimple saw a wonderful sight. അപ്പൊ പെട്ടെന്ന് ഡിംപിളും ട്വിങ്കിളും എന്താണ്? വളരെയധികം കൗതുകരമായിട്ടുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. Hundreds of rainbow birds in the sky. എന്താണ്? ആകാശത്ത് 100 കണക്കിന് റെയിൻബോ ബേർഡ്സ് വന്നിട്ടുണ്ട്. Look, they are coming, the rainbow birds. The children shouted in joy. The birds landed on the clean river and swam joyfully. അപ്പൊ അച്ചാച്ചൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ട്, റെയിൻബോ ബേർഡ്സ് പണ്ട് ക്ലീൻ ആയിട്ടുള്ള റിവറിലേക്ക് വരുമായിരുന്നു, പിന്നെ അതിൻ്റെ ശേഷം വന്നിട്ടില്ല. ഇപ്പോൾ എന്താണ്? റിവറൊക്കെ ക്ലീൻ ആയി. അപ്പോൾ എന്താ? ആകാശത്ത് നോക്കുമ്പോൾ 100 കണക്കിന് റെയിൻബോ ബേർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിനെ കണ്ടപ്പോൾ ഈ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമായി. ആ ബേർഡ്സ് ഒക്കെ എന്താണ്? ഈ ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൽ വന്നിട്ട് നീന്തി എൻജോയ് ചെയ്തു. Okay, the season ended. The birds started to fly back. On a sunny afternoon, the whole flock of golden birds flew up to the sky. Their feathers shone bright in the sunlight. അപ്പോൾ എന്താണ്? ഈ സീസൺ, ഫെസ്റ്റിവൽ സീസൺ കഴിഞ്ഞപ്പോൾ എന്താണ്? ബേർഡ്സ് ഒക്കെ പറന്നു പോയി. ഒരു സണ്ണി ആഫ്റ്റർനൂൺ, അതായത് ഒരു വെയിലൊക്കെ ഉള്ള ദിവസം ഉച്ചയ്ക്ക് എന്താണ് ഇങ്ങനെ ബേർഡ്സ് പോകുമ്പോൾ അവർ എന്താണ്? their feathers shone bright
bright in the sunlight. അവരുടെ ഫെദേഴ്സ് എന്താണ് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കാണാണ്. ഓക്കെ, ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ വാച്ച് ദ ബേർഡ്സ് ഫ്ലൈയിങ് ഫാർ അവേ. അപ്പൊ ഡിംപിളും ടിങ്കിളും എന്താണ് ഈ ബേർഡ്സ് ഇങ്ങനെ പറന്നു പോകുന്നത് ദൂരെ നിന്ന് കണ്ടു. സഡൻലി വൺ ഓഫ് ദ ബേർഡ്സ് took a turn and flew back to them. അപ്പോൾ പെട്ടെന്ന് ഒരു ബേർഡ് എന്താണ് തിരിച്ച് ഇവരുടെ അടുത്തേക്ക് വന്നു. It touched Goldie with its wings and flew up. അപ്പൊ എന്താണ് അതിങ്ങനെ പിക്ചറിൽ കാണുന്ന പോലെ എന്താണ് ഗോൾഡിനെ എടുത്തിട്ട് പറന്നു പോവാണ്. അപ്പൊ ഈ ഗോൾഡിന്റെ ഐ എന്താണ് ഇങ്ങനെ വലുതാവുന്നുണ്ട്. എന്താ സംഭവം എന്നറിയാണ്ട് ഇങ്ങനെ വലുതാവുന്നുണ്ട്. Soon Goldie also flapped its little wings. അപ്പൊ പെട്ടെന്ന് എന്താണ് ഗോൾഡിയും എന്താണ് അതിന്റെ ചെറിയ വിങ്സ് ഒക്കെ ഇങ്ങനെ ആയിട്ട് പറക്കാനായിട്ട് തുടങ്ങി. The birds flew up and disappeared in the sky. അങ്ങനെ അവർ പറന്നിട്ട് അവരെ കാണാണ്ട് അവർ ഡിസപ്പിയർ ആയി പോയി. Bye Goldie, see you in the next festival. The children waved their hands. അപ്പൊ ഈ ചിൽഡ്രൻസ് എന്താണ് ഈ കുട്ടികൾ എന്താണ് കൈയേറ്റി ഇങ്ങനെ ടാറ്റ പറയില്ലേ, ഇങ്ങനെ വീശിയിട്ട് പറയാണ് ബൈ ഗോൾഡി, see you in the next festival. നമുക്ക് അടുത്ത ഫെസ്റ്റിവലിൽ കാണാമെന്ന് പറഞ്ഞിട്ട് ഇവര് യാത്ര അയക്കാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഓക്കെ അല്ലേ? ഇനി ഇതിലെന്താ ഒരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്. അപ്പൊ നമുക്കത് നോക്കി നോക്കാം. പിന്നെ നെക്സ്റ്റ് എന്താ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ആക്ടിവിറ്റിയും അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു പോമും ഉണ്ട്. അപ്പൊ അത് രണ്ടും നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, എന്താണ് read the sentences given below, write the answers in the box provided. അപ്പോൾ ആദ്യം നമുക്ക് ഈ സെന്റൻസസ് നോക്കാം. അതിൻ്റെ ആൻസർ ബോക്സസിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. The trees bear flowers, villagers wait for the birds to come. അപ്പോൾ അതെന്താണ് ഈ ട്രീസ് ഫ്ലവേഴ്സ് ഒക്കെ ബെയർ ചെയ്യും. അതുപോലെ തന്നെ വില്ലേജേഴ്സ് എന്ത് ചെയ്യും ഈ ബേർഡ്സ് വരുന്നത് കാത്തു നിൽക്കും. അപ്പോൾ അതിനെ പറയുന്നത് എന്താണ് ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്, എ റിവർ ഫ്ലോസ് ത്രൂ ഇറ്റ്. അതെന്ന് പറയുന്നത് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. അതിലൂടെ എന്താണ് ഒരു നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് ഗ്രാമത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഹരിതഗിരി. Okay, they are twins. They decorate their house. They are twins. ആരാണ് അവര്? ഡിംപിളും ട്വിങ്കിളും. A chick came out of the golden egg. ആ ഗോൾഡൻ സ്വർണത്തിന്റെ എഗ്ഗിൽ നിന്ന് വന്നിട്ടുള്ള ചിക്ക് ആരായിരുന്നു? അതിന്റെ പേരാണ് എന്ത്? ഗോൾഡി. Okay, he came to visit the grandchildren. He told them about the rainbow birds. അപ്പൊ കുട്ടികളോട് റെയിൻബോ ബേർഡ്സിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? ഗ്രാൻഡ് ഫാദർ. ഇനി അടുത്തത് a bird took a sudden turn and flew back to Goldie. അപ്പൊ അതാരായിരുന്നു? ഗോൾഡിയുടെ അമ്മയായിരുന്നു. ഒന്നില്ലെങ്കിൽ ഗോൾഡീസ് മദർ എന്ന് എഴുതാം, അല്ലെങ്കിൽ റെയിൻബോ ബേർഡ് എന്ന് എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, രണ്ടും കറക്റ്റ് ആണ്. ഇനി അതിൻ്റെ അടിയിൽ ലെറ്റ് സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പോമും കൂടി ഉണ്ട്. ദ സമ്മർ ബേർഡ്, എ ബേർഡി ഫ്ലൈസ് സോ ഹൈ അപ്പ് ഇൻ ദ സ്കൈ സിറ്റിംഗ് ഓൺ എ ട്രീ, ഇറ്റ് സിംഗ്സ് സോ ഫ്രീ, വെൻ ദ സമ്മർ എൻഡ്സ് ഇറ്റ് ഫ്ലൈസ് ബാക്ക് വിത്ത് ഫ്രണ്ട്സ്, വിൽ യു കം അഗെയിൻ വെൻ ദ സമ്മർ സൺ ഗ്ലോസ്. അപ്പോൾ എന്താണ് എ ബേർഡി ഫ്ലൈസ് സോ ഹൈ അപ്പ് ഇൻ ദ സ്കൈ. അപ്പോൾ ഒരു പക്ഷി ആകാശത്തൂടെ വളരെ ഉയരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറക്കുന്നുണ്ട്. സിറ്റിംഗ് ഓൺ എ ട്രീ ഇറ്റ് സിംഗ്സ് സോ ഫ്രീ. അപ്പൊ എന്താണ് ഒരു മരത്തിന്റെ കൊമ്പുമ്മ ഇരുന്നിട്ട് അതെന്താണ് അത് പാട്ട് പാടാറുണ്ട്. നല്ല ഫ്രീ ആയിട്ട് നല്ല മനോഹരമായിട്ട് അത് പാട്ട് പാടാറുണ്ട്. വെൻ ദ സമ്മർ എൻഡ്സ് ഇറ്റ് ഫ്ലൈസ് ബാക്ക് വിത്ത് ഫ്രണ്ട്സ്. അപ്പൊ എന്താണ് സമ്മർ കഴിഞ്ഞാൽ എന്താ അത് അതിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അത് തിരിച്ചു പോവും. വിൽ യു കം അഗെയിൻ വെൻ ദ സമ്മർ സൺ ഗ്ലോസ്. അപ്പം ഇനി സമ്മർ വന്നാൽ നിങ്ങൾ ഇനി ഒന്നും കൂടി ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പോം. ഇനി അടുത്തത് നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോം. ഇനി നമുക്ക് എന്താണ് ആക്ടിവിറ്റി വർക്ക് ബുക്കിൽ കുറച്ച് ഈ പാഠവുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് യൂണിറ്റ് 3യുമായി ബേസ് ചെയ്തിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.